ഹലോ ഗൈസ്, പേളി മണിയുടെ ഒരു മാപ്പ് വീഡിയോ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ അവർക്ക് മനസ്സിലായി പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നുള്ളത്. 3 ലക്ഷം പേരെന്തോ ഇറങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. യൂട്യൂബ് പിന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇരിക്കുന്നത്. അവരെന്തായാലും ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. കാരണം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ബേസ് ചെയ്തിട്ടല്ലല്ലോ അതിനകത്ത് ആളുകൾ കയറുന്നത്. ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് ഇത്തരം ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറിയാൽ കിട്ടത്തില്ല. ന്യൂജൻ്റെ ഒരു പ്രക്ഷോഭത്തിനെതിരെ സംസാരിച്ചു എന്നൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു സംഗതി പുറത്തേക്ക് വന്നതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്രയും നഷ്ടമെന്നാണ് അവരുടെ വാക്കുകളിൽ കൂടെ പറയണത്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തുന്ന ഒരു രീതിയാണ് കണ്ടത്. ഈ നമ്മളുടെ ഭാഷ അറിയുന്നവർ നമ്മളുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യം. അത് ആ രീതിയിൽ പറഞ്ഞ് ആ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? ഇന്ന് മലയാളികളല്ലേ നിങ്ങളുടെ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത്? വേൾഡ് വൈഡ് ആണോ, അന്താരാഷ്ട്ര ലെവലിലാണോ? അപ്പം മലയാളത്തിൽ സംഗതി പറയുന്നതല്ലേ എത്രയും നല്ലത്. ഇപ്പോൾ ഈ വ്യൂവേഴ്സിനെ കൂട്ടാൻ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൂട്ടാനാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലതുപോലെ നല്ല രീതിയിൽ മില്യൺ വ്യൂ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുള്ള ഒരു മലയാളിയാണ് അദ്ദേഹം. ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും പറയണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയിൽ പോലും ഒരു ഇംഗ്ലീഷ് കുത്തിക്കയറ്റുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ എഴുതിയിടുമ്പം എല്ലാവർക്കും ഇത് വായിച്ചു കൊള്ളണമെന്നില്ലല്ലോ. അതിൽ 1-2 പേർക്ക് അതെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പിഴവുകൾ അത് പിന്നെ 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 പറഞ്ഞ് കൂടുതൽ പിഴവിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ പേളി അവകാശപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുതിയിട്ട വാക്കുകളെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് നമുക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പുള്ളിക്കാർക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതായിരുന്നു പുള്ളിക്കാർത്തിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു 7ഓളം പേജോ 6ഓളം പേജോ ഒക്കെ അവരെഴുതി ഇട്ടു എന്നാണ് ഓർമ്മ. കറക്റ്റ് 4 പേജ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊരു കളറും ഇട്ടിരുന്നു. ഈ കളർ എന്താണ് പേളി പെട്ടെന്ന് വന്നത്? ഞാൻ ഇതുവരെയും പേളിയുടെ ഒരു വസ്ത്ര ഒരു കളക്ഷൻ ഉണ്ടാവുമല്ലോ, ഓൾമോസ്റ്റ് മിക്കവാറും ഒക്കെ ഉള്ള ഒരു കളക്ഷൻ നമ്മൾ കാണുന്നു. എവിടെയും ഇത്രയും ഇഷ്ടമുള്ള ഈ ഒരു കാവി കളർ കൊടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇൻക്ലൂഡിങ് കല്യാണത്തിന് പോലും നല്ല കടും പച്ചയായിരുന്നു തോന്നുന്നു കുട്ടികൾ ഇട്ടിരുന്നത്. ആകെ മൊത്തത്തിൽ ഇഷ്ടമുള്ള കളറല്ലേ നമ്മൾ കല്യാണങ്ങൾക്ക് പോലും ഉപയോഗിക്കുക. അങ്ങനെ ഈ കാവി കളർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം രീതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിൽ വരത്തില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കളറായിരിക്കും നമ്മളുടെ ഒരു ഡ്രസ്സിൻ്റെ. നമ്മളെ കബോർഡ് തുറന്നു നോക്കിയാൽ നമുക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന്. ബിക്കോസ് അതിൻ്റെ 1-2 എങ്കിലും അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം മരുന്നിന് പോലും ഒരു ഡ്രസ്സ് പേളിക്കുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കാവി എനിക്ക് ഇഷ്ടപ്പെട്ട കളറെന്ന് പറഞ്ഞിട്ട്, അതും പ്രത്യേകിച്ച് പിന്നെ പതാകയിൽ അതുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രാജ്യത്തുടനീളം നടക്കുന്ന ഒരു പ്രക്ഷോഭമാണത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഗതിക്കെതിരെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ ജീവൻ വെടിയുന്ന ഒരു ടേമിനോട് എനിക്ക് താല്പര്യമില്ല എങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഈ പറയുന്ന ഒരു കോഴ്സ് പോലെ പോയിരുന്ന് പഠിക്കേണ്ട ഒരു ഗതികേടാണ് ഈ നീറ്റ് എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 8ാം ക്ലാസ് തൊട്ടേ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത്രയും എത്തി അവസാനം പിന്നെ അത് 12th ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ നീറ്റ് എക്സാമിന് അവർ 1 വർഷം 2 വർഷമൊക്കെ വേസ്റ്റ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അത്രയൊക്കെ ചെയ്ത ശേഷം അവർ ആ എക്സാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ എക്സാമിന് പോകുന്നതും ഭയങ്കര സീനാണ്. നമ്മളെപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നതാണ് 1 മിനിറ്റ് 1 സെക്കൻഡ് മാറിയാൽ അവർ കടത്തി വിടത്തില്ല. അത്രത്തോളം വിജിലൻ്റായി ഇരിക്കേണ്ട ഒരു എക്സാമിനേഷനിൽ അവർ എക്സാം കണ്ടക്ട് ചെയ്തു. അത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നു, നല്ല മാർക്ക് കിട്ടി. അടുത്ത അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഇതിൻ്റെ മാർക്ക് ലിസ്റ്റ് ലീക്ക് ആയതുകൊണ്ട് ഇതുവരെ ആരൊക്കെ എഴുതിയോ അതെല്ലാം തന്നെ നോ, അക്സെപ്റ്റബിൾ അല്ല എന്നങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഒരു സംഗതി ഫോളോ ചെയ്ത് വാങ്ങിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം ആലോചിച്ച് നോക്കിയാണ്. ഇനിയും ഇത് റിപ്പീറ്റഡ്ലി പഠിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ആൻഡ് സെക്കൻഡ് ടൈം ആൾസോ, 1 വട്ടമല്ല 2 വട്ടമല്ല, പല ആവർത്തി ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, പല ആവർത്തി ഇത് തന്നെ അവർ പറയുന്നു. കുട്ടികളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെ ഡീവാർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കുറേ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തതിൻ്റെ ഒരിതാണ് അവരിറങ്ങിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചീഫ് ജസ്റ്റിസ് എടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെ ബേസ് ചെയ്താണ് CJP എന്ന കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത്. കുട്ടികളെ അങ്ങനെ കളിയാക്കുമ്പോൾ തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ അനുകൂലിക്കുന്നെങ്കിൽ നമുക്ക് 1 വാക്കിൽ 2 വാക്കിൽ എഴുതാം. ഇത് ഇത്രയും വല്ല റൈറ്റപ്പ് ഒക്കെ എഴുതി അതിനകത്തൊരു കാവി മുഖമൊക്കെ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ അതിനെ വായിച്ചു പോലും നോക്കത്തില്ല എന്നുള്ള വസ്തുത. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് മാഡം ഇരുന്നുകൊണ്ട് ഇത് വായിച്ചങ്ങോട്ട് കേൾപ്പിക്കുന്നത്. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതായിരുന്നു എന്നുള്ളത്. ഈ ഉപദേശവും ഊക്കും കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സമരമുഖത്ത് പോകുമ്പോൾ പല കുട്ടികൾക്കും ജീവൻ പോലും അപകടത്തിലാകും. അത്രയും വലിയൊരു സംഗതി അവിടെ നടക്കുമ്പോൾ പലരും ആ ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്.
ചിലരൊക്കെ പോയി ഒന്ന് മുഖം കാണിച്ച് ഫോട്ടോ എടുത്തിട്ട് ഓടുന്ന ഒരു സീനുണ്ട്. അങ്ങനെ അല്ലാതെ അവിടെ തന്നെ തുടർന്ന ഒത്തിരി മനുഷ്യരുണ്ട്. പ്രകാശ് രാജൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് ഈ പാർട്ടിയോടൊരു ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ പുള്ളി തീർച്ചയായിട്ടും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ പോലും പുള്ളി എവിടെ ഉണ്ടായിരുന്നു? ഒരുപാട് മനുഷ്യർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിജയ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് ആ ക്യാമ്പയിനിൽ പങ്കെടുക്കുക മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ പൈസ വാങ്ങിക്കാതെ പേളിക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധികളാണോ കേരളത്തിലുള്ളവർ? എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ കുറച്ച് പേര് സോക്കാൾഡ് ഈ സെലിബ്രിറ്റികളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിര പരിപാടിയാണ് ഇംഗ്ലീഷ് കുത്തിക്കയറ്റുക. അതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്നതിനപ്പുറം അതിനെന്ത് പ്രിവിലേജാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ കുറേ പേര് നിങ്ങളെ തൂക്കി തലയിൽ വയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യം, മൈസെൽഫ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇതിങ്ങനെ കയറി വരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ പ്രാപ്തരായവർ ഒരു പകുതിയേ ഉള്ളൂ. ഒരു പകുതി ഇപ്പോഴും ഇംഗ്ലീഷ് മാത്രം പഠിച്ചവരല്ല. മനസ്സിലാകാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതല്ലേ? അപ്പം അവരിലേക്ക് നിങ്ങൾ എത്തണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് മറ്റുള്ളവരുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആകാനോ അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ ഈ ഭാഷ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മളെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അത് മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശരിയായ രീതിയാണോ? എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണ് എന്ന് പുള്ളിക്കാരത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തം. ഞാൻ ഈ ഒരു വിഷയം അവരുടെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ തന്നെ കൺസേൺ ചെയ്യുന്നു. കാരണം പൊളിറ്റിക്കൽ വ്യൂ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ഒരു സംഘിണിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനേ പറ്റുള്ളൂ. അവരൊരു സംഘപുത്രിയാണ് എന്നുള്ളത് കൺക്ലൂഷനിൽ നമുക്ക് എത്താം. ഇനി അവരല്ല എന്ന് അവർ പറയുന്നിടം വരെ നമ്മൾ ആ കൺക്ലൂഷനിൽ തന്നെ നിൽക്കാം. പക്ഷേ തനിക്കെതിരെ ഒരു എതിർ അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയെ, അതും സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അത്തരത്തിലൊരു അവഹേളന വർത്തമാനം പറയുന്നത് ശരിയായിട്ടുണ്ടായിരുന്നു? സിബി മലയിലിൻ്റെ മകനെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ സിബി മലയിൽ ഒരു പെർഫെക്റ്റ് ഒരു നല്ലൊരു സംവിധായകനാണ്. അദ്ദേഹത്തിനെ പറ്റി നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം കിട്ടാവുന്നതേ ഉള്ളൂ. എത്രയോ നല്ല വൻ ഹിറ്റ് മേക്കറിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി അത്തരം മോശപ്പെട്ട രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട കാര്യമുണ്ടായിരുന്നു? ഇനി അദ്ദേഹത്തിൻ്റെ മകനെയാണ് പറഞ്ഞതെങ്കിൽ പോലും അപ്കമിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ, മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ പേളി അങ്ങനെ പറഞ്ഞ് ഇകഴ്ത്തേണ്ട കാര്യമുണ്ടായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഇപ്പം ചെയ്ത വീഡിയോ അപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാനായിട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കിയാലും മതിയായിരുന്നു, അതും കുഴപ്പമില്ല. പക്ഷെ അയാളുടെ പ്രൊഫഷനെ എടുത്തു വെച്ചിട്ട് ആ പ്രൊഫഷനിൽ അയാൾ ഫെയില്യൂർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലേ? ഒരുപാട് പേരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് ജഗതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് യേശുദാസിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് അവിടെ ടെസ്റ്റ് നടത്തുന്ന, ഓൾ ഇന്ത്യ റേഡിയോയിൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ദാസേട്ടൻ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മളൊക്കെ അത്രയും ഇഷ്ടത്തോടെ കണ്ട, ഞാനൊക്കെ ഒരിക്കലും സ്കിപ്പ് പോലും ചെയ്യാത്തത് യേശുദാസിൻ്റെ പാട്ടുകൾ വരുമ്പോഴാണ്. അത്രത്തോളം മനുഷ്യനെ പിടിച്ചിരുത്തുന്ന ഒരു സംഗീതം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്, ആ സംഗീതത്തിലുണ്ട്. ആ മനുഷ്യനെ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ജഗതി ശ്രീകുമാറാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം നേടിയില്ലേ? നമ്മളെ ഡിനേ ചെയ്യുന്ന അല്ലെങ്കിൽ നോ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. അവിടെ നിന്നല്ലേ നമ്മൾ വരേണ്ടത്. അത് ഞാൻ പേളിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പേളി ഓൾറെഡി പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലാസ്റ്റ് മൊമെൻറ്റിൽ അത്രയും ജനസമ്മതി ഉണ്ടായിട്ട് പോലും ആ ഒരു കപ്പ് കിട്ടാതെ പോയ ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ജനസമ്മതി ഉണ്ടെങ്കിലും അതിനകത്തൊരു ആൾക്കാരുണ്ടാവുമല്ലോ, അവർ പേളിയുടെ ആ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിച്ചതാണ്. പേളിയുടെ കള്ളത്തരം അന്നേക്ക് തന്നെ അവർ റിവീലാക്കാൻ ശ്രമിച്ചതുമാണ്. പക്ഷേ പൊതുസമൂഹം തോറ്റവർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ടേമിലേക്ക് വരികയും പേളിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു. പേളിയുടെ പല കള്ളത്തരങ്ങളും മറയ്ക്കപ്പെടുകയും ചെയ്തു. പേഴ്സണലി ഉള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. പേളിയും ശ്രീനിഷുമായിട്ട് ചേർന്നിട്ടുള്ള സംഗതികൾക്ക് പുറത്ത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പുറത്തു വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നത് ക്വയറ്റ് പേഴ്സണലാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. നല്ലൊരു സക്സസ്ഫുൾ ജീവിതം നയിക്കുന്ന 2 കുട്ടികളായ ശേഷം മാത്രം ഇതിന് പബ്ലിസിറ്റി കൊടുത്തതും ശരിയായൊരു നടപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കുറ്റബോധം പോലും ഒരു ഉളുപ്പുമില്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന പേളി ഉദ്ദേശിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ല എന്നതാണോ? നിൻ്റെ ഇംഗ്ലീഷ് നന്നായി മനസ്സിലായത് കൊണ്ടാണ് അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് പറയണ്ട എന്നല്ല, നിങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിബി മലയിലിൻ്റെ മകനോട് നിങ്ങൾ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മാപ്പും പര്യാപ്തമാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ മാപ്പ് പറയുന്നത് സംഘികളുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് എപ്പോഴും അങ്ങനെയാണ്, ഷൂ നക്കലും മാപ്പ് കുറച്ചിലുമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീ ഏകദേശം എന്ത് പൊളിറ്റിക്സിനെയാണ് നീ ഫോളോ ചെയ്യണമെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ വായ്വിട്ട വാക്കും
പറഞ്ഞ കൈവിട്ട ആയുധവും ഒരുപോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ അതിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ അത് പറയാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. പേളിക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും ആ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ചിരിച്ച് മരിക്കാനുള്ളതുണ്ട്. ഒത്തിരി പേര് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കമൻ്റ് ഇടുന്നത്. ആരും അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു പെട്ടെന്നൊരു തിരിച്ചു വരവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫാമിലി വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ അത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, പേളിയുടെ കള്ളത്തരം ശരിക്കും റിവീലാകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു പേളിയുടെ മക്കളുടെ കേസിൽ. കുട്ടികളുടെ സംസാര ഭാഷ പബ്ലിക്കിൽ വന്നപ്പം അത് തീർച്ചയായിട്ടും സ്കൂളിൽ പോയി പഠിച്ചതൊന്നുമല്ല, വീട്ടിലുള്ള ലാംഗ്വേജാണ്. അപ്പോൾ ഈ പൊതിഞ്ഞ് പിടിക്കലുണ്ടല്ലോ, അത് ഒട്ടും ഒരു നല്ലൊരിതല്ല. നമ്മൾ എന്താണോ ആ സിറ്റീസ് ആണോ അത് സക്സീഡ് ചെയ്യും, ലാസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെയൊക്കെ പറ്റി ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ ഇങ്ങനെ തന്നെയാണ്, അതിനകത്തൊരു മാറ്റമൊന്നുമില്ല, അത് അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഷ്യൂറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ CJPക്ക് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പേളി തന്നെയാണ്. പേളിയുടെ ഒരു ലാംഗ്വേജും വ്യത്യാസമായിരുന്നില്ല. പേളി ആ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ആരെ തോൽപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ പോലും ഐ ലൈക്ക് ദാറ്റ് കളർ എന്ന് പറയുക മാത്രമല്ല, മോദിജിയുടെ ആ ഒരു വാക്കുകൾ എടുത്ത് ഷെയർ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പതാകയിൽ അതുണ്ടെന്ന് പറയുമ്പോൾ മറ്റ് രണ്ടെണ്ണം അവിടെ ഇല്ലേ, അതിനെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? നമ്മളൊരു മത പിന്നെ ഇതുള്ള രാജ്യത്ത് താമസിക്കുന്നവരാണ്. ഇന്ന മതക്കാർക്ക് പ്രിയോറിറ്റി, ഇന്ന മതം ബൂസ്റ്റപ്പ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പേളി കേരളത്തിലെങ്കിലും പേളി അത് ചിന്തിക്കണം. 35% വരുന്ന ഒരു വിഭാഗം ജനതയെ ഏറ്റവും മ്ലേച്ഛമായി അവഹേളിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെ നിങ്ങൾ അനുകൂലിക്കുമ്പോൾ ആ 35% മാറി നിൽക്കൂ എന്നുള്ള ചെറിയ ബുദ്ധിയൊക്കെ വേണ്ടായോ? ആ ബുദ്ധിയില്ലായ്മയാണ് ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു തകർച്ചയിലേക്ക് എത്തിയത്. ഈ ആളുകൾ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി തൊഴുതു പിടിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതാണ് നിങ്ങളുടെ ഉപജീവനമെങ്കിൽ ഇതിനെ വിറ്റു തുലയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് ഉപജീവനമാക്കി വെക്കുമ്പോൾ നിങ്ങളുടെ ആ ഫേക്ക് മുഖം അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് തള്ളിക്കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പേ നടന്നുപോയ കുറേ മനുഷ്യരുടെ കാര്യങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പിന്നെ ഡോക്ടർ റോബിൻ എടുത്തു വെച്ച് നിങ്ങളെ സമാധാനിപ്പിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ തോന്നിയില്ലേ? എന്തുകൊണ്ടില്ല? ഇപ്പം ഞാൻ ക്ലബ് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് നേരിട്ട സമയത്ത് സംഘികളുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ക്ലബ് ഹൗസിൽ. അവർ അവിടെയോട്ട് എന്നെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, സഹായിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി പറഞ്ഞൊരു കാര്യമാണ്, ചത്തുപോകുമെന്നതിനപ്പുറം എനിക്ക് സംഘികളുടെ സപ്പോർട്ടോടുകൂടി ജീവിക്കേണ്ട ആഗ്രഹമില്ലെന്ന്. എൻ്റെ പേളിയുടെ വായിൽ അത് വരാതിരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാണ്. ആ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല കേട്ടോ. ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷം അവതരിപ്പിക്കാനും നിങ്ങളുടെ ഭാഗം പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഫേക്ക് സാധനം അങ്ങ് ഊരി വീണ് എന്ന് തന്നെ അങ്ങ് സമ്മതിക്കുക. അല്ലാണ്ട് ഞാൻ എഴുതിയ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യരെ നീ വീണ്ടും കളിയാക്കുകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.